ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കേസ്. ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. കേരള തീരത്തെ കപ്പൽ അപകടം. മംഗളൂരുവിൽ ചികിത്സയ്ക്കായി എത്തിയ 13 പേർ ഒരാഴ്ചക്കകം മടങ്ങിയേക്കും. ഹോട്ടലിൽ കഴിയുന്ന 13 പേരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് കപ്പൽ കമ്പനിയുടെ പ്രതിനിധി അറിയിച്ചു. അപകടത്തിൽ രക്ഷപ്പെട്ട 18 പേരെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിങ്കളാഴ്ച രാത്രിയോടെ മംഗളൂരുവിൽ എത്തിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പഴയ ബസ് സ്റ്റാൻഡിലെ മേൽനടപ്പാലത്തിന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. 1 കോടി രൂപയാണ് ഇതിനായി നഗരസഭ നീക്കിവച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ കെയാണ് ശിക്ഷ വിധിച്ചത്. മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതി കാസർഗോഡ് പിടിയിൽ. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ഹംസ മുസമ്മിലാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. പെരുമ്പാമ്പിൻ മുട്ടകൾ വീട്ടിൽ കൊണ്ടുവന്ന് വിരിയിച്ചെടുത്ത് റെജിമോൻ. ജോലിക്കിടയിൽ കിട്ടിയ പെരുമ്പാമ്പിന്റെ മുട്ടകളാണ് റെജിമോൻ വിരിയിച്ചെടുത്തത്. മഴക്കാലം ആരംഭിച്ചതോടെ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന പുതിയ കോട്ട കൃഷ്ണമന്ദിർ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ്. വാർത്തകൾ വിശദമായി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ അശ്ലീല പരാമർശം. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ എ പവിത്രനാണ് രഞ്ജിതയെയും കുടുംബത്തെയും അപമാനിച്ച് പോസ്റ്റിട്ടത്. ജാതീയമായ അധിക്ഷേപത്തിനു പുറമെ തൊഴിലിനെയും സ്ത്രീയുടെ അന്തസ്സത്തെയും ഹനിക്കുന്ന രീതിയിലായിരുന്നു പരാമർശം. സംഭവം വിവാദമായതിനു പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഡെപ്യൂട്ടി തഹസിൽദാർ രംഗത്ത് വന്നു. സംഭവത്തിൽ തഹസിൽദാർക്കെതിരെ വൻ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഇതിനു തൊട്ടു പിന്നാലെ റവന്യൂ മന്ത്രി കെ രാജനാണ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ട് അറിയിപ്പ് നൽകിയത്. 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ജാതീയമായി അധിക്ഷേപം നടത്തിയതിന് ഇയാൾക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കേസ്. ഹോസ്ദുർഗ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. BNS 153 പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് കേസ്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയ്ക്ക് അനുശോചനം രേഖപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിന് താഴെയാണ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാറായ പവിത്രന്റെ അശ്ലീല പരാമർശം. സംഭവത്തിൽ NSS ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 153A വകുപ്പ് പ്രകാരം സമൂഹത്തിൽ ജാതീയമായി സ്പർദ്ധ ഉണ്ടാക്കി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന കുറ്റത്തിനാണ് കേസ്. ഇതിനു പുറമെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. തൊഴിൽ നേടുന്ന സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയാണ്. നമ്മുടെയൊക്കെ മക്കൾ, എൻ്റെ മകളുണ്ട്, വിദേശത്താണുള്ളത്. അപ്പോൾ അവർ പഠിക്കാൻ പോയാലും ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞാലും അവർ മറ്റൊരു അർത്ഥത്തിലേക്ക് അവരെ ഇങ്ങനെ സമൂഹത്തിൻ്റെ മുൻപാകെ ചെളിവാരി തേക്കുന്നത് തീരെ ഒരു നല്ലൊരു പ്രവണതയല്ല. അത് എല്ലാവരെയും ആക്ഷേപിക്കുന്നതിനും അപമാനിക്കുന്നതിനും തുല്യമാണ്. ഇദ്ദേഹം റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ നായർ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ച്, അതുമാത്രമല്ല ജോയിൻറ്റ് കൗൺസിലുള്ള നേതാക്കന്മാർ നക്കി നായരാണ് എന്നൊക്കെ വളരെ മോശമായ ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ ഒരു സംവിധാനമാണ്. ഈ സമുദായത്തെ സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കുക. അതോടൊപ്പം സ്ത്രീകളെ, അതും ഇന്നലെ ഒരു വലിയൊരു ദുരന്തം നടന്ന് നാട് മുഴുവൻ
വളരെ ദുഃഖാർത്ഥമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള, അതും ഡെപ്യൂട്ടി തഹസിൽദാർ പദവിയിലിരിക്കുന്ന സമൂഹത്തിന് മാതൃകയാക്കേണ്ട ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. സംഭവം വിവാദമായതിന് പിന്നാലെ തനിക്ക് തെറ്റുപറ്റിയെന്നും പോസ്റ്റ് പിൻവലിക്കുന്നതായും ചൂണ്ടിക്കാട്ടി ഇയാൾ രംഗത്ത് വന്നിരുന്നു. അതേസമയം 2024 സെപ്റ്റംബറിൽ കാഞ്ഞങ്ങാട് MLA ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതീയമായി അധിക്ഷേപിച്ചതിന് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കെതിരെയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഇയാൾ അധിക്ഷേപ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള തീരത്തെ കപ്പലപകടം. മംഗളൂരുവിൽ ചികിത്സയ്ക്കായി എത്തിയ 13 പേർ ഒരാഴ്ചക്കകം മടങ്ങിയേക്കും. ഹോട്ടലിൽ കഴിയുന്ന 13 പേരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് കപ്പൽ കമ്പനിയുടെ പ്രതിനിധി അറിയിച്ചു. അപകടത്തിൽ രക്ഷപ്പെട്ട 18 പേരെയാണോ വിദഗ്ധ ചികിത്സയ്ക്കായി തിങ്കളാഴ്ച രാത്രിയോടെ മംഗളൂരുവിൽ എത്തിച്ചത്. ബേപ്പൂർ തുറമുഖത്തിന് സമീപം കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വാൻഹായ 503 കപ്പലിലെ 18 ജീവനക്കാരെയാണ് മംഗളൂരുവിൽ ചികിത്സയ്ക്കായി എത്തിച്ചത്. ഇവരിൽ 13 പേർ ഒരാഴ്ചക്കകം അവരവരുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിയേക്കുമെന്ന് കപ്പലിന്റെ മംഗളൂരുവിലെ ഏജൻസിയായ സീലിംഗിന്റെ വക്താവ് അറിയിച്ചു. കപ്പൽ കമ്പനിയുടെ മുംബൈയിൽ നിന്നുള്ള പ്രതിനിധിയും ജീവനക്കാർക്ക് ഒപ്പമുണ്ട്. ഇവർ മംഗളൂരു AJ ഗ്രാൻഡ് ഹോട്ടലിലാണ് കഴിയുന്നത്. ഇവരുടെ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണെന്ന് കപ്പൽ കമ്പനി പ്രതിനിധി അറിയിച്ചു. കപ്പലിലെ ജീവനക്കാരനായ ചൈന പൗരന് 40% പൊള്ളലേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. മറ്റൊരാൾ ഇന്തോനേഷ്യ പൗരനാണ്. ഇയാൾക്ക് 30% പൊള്ളലേറ്റിട്ടുണ്ട്. 3 പേർ വാർഡിൽ ചികിത്സയിലാണ്. മുഖത്തും ചെവിക്കുമാണ് ഇവർക്ക് പൊള്ളലേറ്റത്. തിങ്കളാഴ്ച രാത്രിയോടെ മംഗളൂരുവിൽ ചികിത്സയ്ക്കായി എത്തിച്ച ഇവരിൽ 8 പേർ ചൈന പൗരന്മാരാണ്. മ്യാൻമാർ, തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 പേർ വീതവും ഇന്തോനേഷ്യക്കാരായ 2 പേർ എന്നിവരാണ് ആശുപത്രിയിലും ഹോട്ടലുമായി കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പഴയ ബസ് സ്റ്റാൻഡ് മേൽനടപ്പാലത്തിന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. 1 കോടി രൂപയാണ് ഇതിനായി നഗരസഭ നീക്കിവച്ചിരിക്കുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ മേൽനടപ്പാലവുമായി നഗരസഭ 1 കോടി രൂപയാണ് ഇതിനായി നഗരസഭ നീക്കിവച്ചത്. പദ്ധതിക്ക് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം കിട്ടി. ഇനി പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി കൂടി ലഭിച്ചാൽ പദ്ധതിയുടെ വിശദ റിപ്പോർട്ടും മണ്ണ് പരിശോധനയും നടത്താൻ കഴിയും. ലിഫ്റ്റ് സൗകര്യത്തോടു കൂടിയ മേൽനടപ്പാലമാണോ നഗരസഭ ലക്ഷ്യമിടുന്നതെന്ന് നഗരസഭാധ്യക്ഷ KV സുജാത പറഞ്ഞു. കോട്ടച്ചേരി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഇതിനുള്ള സ്ഥലം കണ്ടെത്തുമെന്നും അവർ വ്യക്തമാക്കി. ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്തു കൂടി ആളുകൾ വ്യാപകമായി റോഡ് മുറിച്ചു കടക്കുന്നത് വലിയ ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതിന് പരിഹാരമായി മേൽനടപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മേൽനടപ്പാലം വന്നാൽ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയ തോതിൽ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ K ആണ് ശിക്ഷ വിധിച്ചത്. KL 14U6459 കാറിൽ കടത്തുകയായിരുന്ന മനുഷ്യജീവന് ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മയക്കുമരുന്നായ 450 ഗ്രാം ഹാഷിഷുമായി പിടിയിലായ കേസിലെ 2ാം പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും. പിഴ അടച്ചില്ലെങ്കിൽ 3 മാസം അധിക തടവും കോടതി വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ K ആണ് ശിക്ഷ വിധിച്ചത്. 2018 സെപ്റ്റംബർ 22-നാണ് കേസിനാസ്പദമായ സംഭവം. കാസർഗോഡ് പുലിക്കുന്ന് ചന്ദ്രഗിരി പാളത്തിനടിയിൽ വെച്ചാണ് ഹാഷിഷുമായി സീതാംകോളി AKG നഗറിലെ ഫൈസൽ, കുമ്പള, ചേടിക്കാവിലെ മുഹമ്മദ് ഹനീഫ് എന്നിവരെ കാസർഗോഡ് SI ആയിരുന്ന P അജിത് കുമാറും സംഘവും പിടികൂടിയത്. തുടർന്ന് കാസർഗോഡ് ഇൻസ്പെക്ടറായിരുന്ന അബ്ദുൾ റഹീമാണ് അന്വേഷണം നടത്തിയത്. കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കാസർഗോഡ് സബ് ഇൻസ്പെക്ടറായിരുന്ന ഭാവിഷ് VS ആയിരുന്നു. വിചാരണ സമയത്ത് 1ാം പ്രതി ഹാജരായിരുന്നില്ല. ഇയാൾക്കെതിരെ വാറന്റ് നിലവിലുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ചന്ദ്രമോഹൻ J, അഡ്വക്കേറ്റ് ചിത്രകല എന്നിവർ ഹാജരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതി കാസർഗോഡ് പിടിയിൽ. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ഹംസ മുസമ്മിലാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. 2025 ഫെബ്രുവരി മാസത്തിൽ 75 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രതികൾക്ക് MDMA എത്തിച്ചു കൊടുത്ത പ്രധാന പ്രതി മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായി. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ഹംസ മുസമ്മിലാണ് കണ്ണൂരിൽ വെച്ച് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. ബാംഗ്ലൂരിൽ ഫാഷൻ ഡിസൈനറായി ജോലി ചെയ്തു വന്നിരുന്ന ഇയാൾ ഇതിന്റെ മറവിൽ വൻതോതിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തി വരികയായിരുന്നു.
ഇയാളുടെ 4 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് കണ്ടെത്തി പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് ഓരോ മാസവും മയക്കുമരുന്ന് കച്ചവടത്തിനായി നടത്തിയതും നേടിയെടുത്തതും. ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയയിലെ കേരളത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് DYSP സുനിൽകുമാർ CK നേതൃത്വത്തിൽ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാറി, സബ് ഇൻസ്പെക്ടർ രതീഷ് ഗോപി, ASI അതുൽ റാം, SCPO ധനേഷ്, CPOമാരായ സന്ദീപ് പ്രശോഭ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെരുമ്പാമ്പിൻ മുട്ടകൾ വീട്ടിൽ കൊണ്ടുവന്ന വിരിയിച്ചെടുത്ത് റെജിമോൻ. ജോലിക്കിടയിൽ കിട്ടിയ പെരുമ്പാമ്പിന്റെ മുട്ടകളാണ് റെജിമോൻ വിരിയിച്ചെടുത്തത്. ജോലിക്കിടയിൽ കിട്ടിയ പെരുമ്പാമ്പ് മുട്ടകളെ തന്റെ വീട്ടിൽ കൊണ്ടുവന്ന വിരിയിച്ചെടുത്ത് 5 പാമ്പിൻ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയാണ് റെജിമോൻ. റെജിമോന്റെ ഭാര്യയും മക്കളും അമ്മയും എല്ലാവിധ പിന്തുണയും നൽകി ഒപ്പമുണ്ട്. ആദ്യം വീട്ടുകാർക്ക് പേടിയുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇണങ്ങിയാണ് ഇവർ പോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ഫോറസ്റ്റിന്റെ സർപ്പ വാലണ്ടിയറായിട്ട് ഇപ്പോൾ പനപ്പടി സെക്ഷനിൽ കാഞ്ഞങ്ങാട് റേഞ്ചിൽ ഇപ്പോൾ പരിക്ക് പറ്റിയ ജീവികളെ നമ്മൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജീവികളെയും നമ്മൾ പെട്ടെന്ന് നോക്കി റിലീസ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതെല്ലാം റിലീസ് ചെയ്ത സാധനമാണ് കാണാനല്ല. ഇതിപ്പോൾ അല്ലാതെ ഇങ്ങനത്തെ സാധനത്തിനെല്ലാം നമ്മൾ വീടിൻ്റെ പരിസരത്ത് തന്നെ റിലീസ് ചെയ്യും. ഇപ്പോൾ മൂങ്ങ അങ്ങനത്തെ സാധനത്തിലാണ്. പാമ്പിനെല്ലാം ഫോറസ്റ്റിൽ ഉൾവനത്തിൽ വിടും. പാമ്പിനെ പരിക്ക് പറ്റിയ 22 സ്റ്റിച്ചിൻ്റെ പെരുമ്പാമ്പിനടക്കം മിഷ്യമ്പാട് കാടുവെത്തുന്നതിൻ്റെ ഇടയ്ക്ക് പരിക്ക് പറ്റിയതിന് വളാന്തൂർ മൃഗാസ്പത്രി കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ സ്റ്റാഫിൻ്റെ ഇത് പ്രകാരം ഇവിടെ നോക്കിയിട്ട് പിന്നെ അതിനെ റിലീസ് ചെയ്തിട്ടുണ്ട്. വീട്ടുകാർക്ക് ഇപ്പോൾ അവർ ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ പാതിരാത്രിക്ക് ഇന്നലെ ഉണ്ടായിരുന്നു റെസ്ക്യൂ. അപ്പോൾ അവർ കോള് വരുമ്പോൾ ചോദിക്കുന്ന ഏത് പാമ്പെന്ന് ചോദിക്കും. അപ്പോൾ പെരുമ്പാമ്പെന്നൊന്നും പറഞ്ഞാൽ അവർക്ക് ഒരു ഇതില്ല. രാജവെമ്പാല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻട്രസ്റ്റാണ്. അവർക്ക് 100% ഇതിനോട് നല്ല താല്പര്യമാണ്. നമുക്ക് റെസ്ക്യൂ ചെയ്യുന്ന എല്ലാ കേസിലും ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ പുലി വന്നു കഴിഞ്ഞാലോ പിന്നെ കാട്ടുപോത്ത് ഇറങ്ങിയാൽ, ആന ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സ്റ്റാഫ് നമ്മളെ വിളിക്കും. പലതരത്തിലുള്ള ജീവികളെയാണ് തന്റെ വീട്ടിൽ പരിപാലിച്ച് കാട്ടിലേക്ക് വിട്ടയച്ചത് എന്നും റജി പറഞ്ഞു. മൂങ്ങ, തത്ത, വേഴാമ്പൽ, പച്ച കൂട്ടുറുമ, മയിൽ, മൂർഖൻ, അണലി, രാജവെമ്പാല, പെരുമ്പാമ്പ് തുടങ്ങിയവയെ പരിപാലിച്ച് കാട്ടിൽ വിട്ടയച്ചിട്ടുണ്ട്. തന്നെ സഹായിക്കാൻ പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരും ജീവനക്കാരും യഥാസമയം കൂടെ തന്നെയുണ്ട്. 10 വർഷത്തിലേറെയായി വന്യജീവികളെയും പാമ്പുകളെയും റെസ്ക്യൂ ചെയ്ത് പരിപാലിച്ച് സുരക്ഷിതമായി റിലീസ് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റെജിമോൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് റേഞ്ചിന്റെ പരിധിയിൽ സർപ്പ വോളണ്ടിയറായി ജോലി ചെയ്തു വരുന്നു. നമ്മുടെ കേരള വനം വകുപ്പിൻ്റെ സർപ്പ വോളണ്ടിയറും റെസ്ക്യൂറുമാണ് നമ്മൾ റെജിമോൻ PC. ഇതിനകം തന്നെ ഒട്ടനവധി പരിക്കു പറ്റിയ പക്ഷിമൃഗാദികളെ, അതേപോലെ പ്രായം എത്താത്ത പക്ഷിമൃഗാദികളെ, പാമ്പുകളെ എന്നിവ പല സാമൂഹിക പ്രവർത്തകരും പല ഓഫീസർമാരും, റോഡ് ആക്സിഡൻറ്റ് പറ്റിയ മൃഗങ്ങൾ, അങ്ങനെ പലവരും കൊണ്ട് നമ്മളെ വനം വകുപ്പിനെ ഏൽപ്പിക്കാറുണ്ട്. അത് പലതും നമുക്ക് ഓഫീസിൽ നിന്ന് പരിചരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണ്. അപ്പോൾ നമ്മുടെ റെസ്ക്യൂർ ശ്രീ റെജിമോൻ PC ആണ് ഇതൊക്കെ നമ്മൾ പലപ്പോഴുമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത്. 100-ലധികം ഈ പക്ഷിമൃഗാദികളെ ഇതിനോടകം തന്നെ പരിചരിച്ച് നമ്മൾ അതിനെ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഈയിടെ അടുത്തായിട്ട് നമുക്ക് ഒരു 10ഓളം പെരുമ്പാമ്പിൻ മുട്ടകൾ നമുക്ക് കോടൂത്ത് നിന്ന് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് അയാളെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ റെജിമോൻ്റെ സ്വന്തം വീട്ടിലൊരു ഷെഡുണ്ട്, അവിടെ വെച്ച് അതിനെ പരിചരിച്ച് അത് ഇന്നലെ ഇന്നുമായിട്ട് അത് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. മുറിവേറ്റ പാമ്പിനെയും ജീവികൾക്കും പച്ചമരുന്നുകൾ നൽകിയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇതേപോലെ തുടർന്നു പോകാൻ ആഗ്രഹമുണ്ടെന്നും റെജി പറയുന്നു. മെരുക്കിയാൽ മെരുങ്ങാത്ത ജീവികൾ സമൂഹത്തിലില്ല എന്ന് തെളിയിക്കുകയാണ് റെജി. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, രാജപുരം. മഴക്കാലം ആരംഭിച്ചതോടെ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന പുതിയകോട്ട കൃഷ്ണമന്ദിർ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ്. മഴക്കാലം എത്തിയതോടെ റോഡുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. കുഴികളിൽ വെള്ളം നിറയുമ്പോൾ അപകടങ്ങൾ പതിവാകുന്ന സ്ഥിതിയുമാണ് പലയിടങ്ങളിലും. പുതിയകോട്ട കൃഷ്ണമന്ദിരം റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ്.
ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള വിദ്യാലയങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും കാൽനടയാത്രയായും വാഹനങ്ങളിലൂടെയും കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടുകയാണ്. അപകട ഭീഷണി ഉയർത്തുന്ന റോഡിലൂടെയുള്ള യാത്ര ഭീതിപ്പെടുത്തുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെണ്ടുമല്ലി കൃഷിയിൽ വിജയഗാഥ തീർക്കാനൊരുങ്ങി യുവ കർഷകൻ അനീഷ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ട് യുവ കർഷകനായ അനീഷ് അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിക്കുന്നത്. രാവണേശ്വരം മാക്കിയിൽ കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്രത്തിന്റെ സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 60 സെന്റ് സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. ദീപം ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഉടമ കൂടിയാണ് അനീഷ്. ചെണ്ടുമല്ലി തൈ നട്ടുകൊണ്ട് അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രദേശത്ത് പുഷ്പകൃഷി നടത്തുന്നതിന് വേണ്ടി അനീഷ് മുന്നോട്ട് വന്നിരിക്കുന്നു. നമുക്കറിയാം, ഓണത്തിനും വിശേഷ ദിവസങ്ങൾക്കെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് വ്യത്യസ്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ചെണ്ടുമല്ലി ഉൾപ്പെടെയുള്ള പൂ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ എല്ലാം തന്നെ നേതൃത്വത്തിൽ വിപുലമായ നിലയിൽ നടന്നു വരികയാണ്. പൂപ്പൊലി പുഷ്പകൃഷി എന്ന നിലയിൽ അജാനൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പൂവിൻ്റെ തൈ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രം പ്രസിഡന്റ് എൻ അശോകൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ P മിനി എന്നിവർ സംസാരിച്ചു. അനീഷ് ദീപം സ്വാഗതം പറഞ്ഞു. മണ്ണിനെയും കൃഷിയെയും സ്നേഹിച്ചും ഓണവിപണി ലക്ഷ്യമിട്ടുകൊണ്ടുമുള്ള അനീഷിന്റെ ചെണ്ടുമല്ലി കൃഷി യുവതലമുറയ്ക്ക് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം CPCRI കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ 38 പഞ്ചായത്തുകളിലും വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ സംഘടിപ്പിച്ചു. ക്യാമ്പയിന്റെ സമാപന സമ്മേളനം കോടം ഉദയപുരത്തുള്ള ഗ്രാമലക്ഷ്മി FPO ഹാളിൽ വെച്ച് നടന്നു. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം CPCRI കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ 38 പഞ്ചായത്തുകളിലും മെയ് 29 മുതൽ ജൂൺ 12 വരെയാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ സംഘടിപ്പിച്ചത്. പുത്തൻ സാങ്കേതിക വിദ്യകൾ നേരിട്ട് എത്തിക്കുന്നതിനും കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് അനുസൃതമായ ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന്റെ ഗവേഷണങ്ങൾ പദ്ധതികൾ വിപുലീകരിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ ലക്ഷ്യമിടുന്നത്. ക്യാമ്പയിന്റെ സമാപന സമ്മേളനം കോടോം ഉദയപുരത്തുള്ള ഗ്രാമലക്ഷ്മി FPOയുടെ ഹാളിൽ വെച്ചാണ് നടന്നത്. ഗ്രാമലക്ഷ്മി MD ജോസഫ് EJ അധ്യക്ഷത വഹിച്ചു. ബേളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ദാമോദരൻ ഉദ്ഘാടനം നിർവഹിച്ചു. കവുങ്ങിന് വലിയ അസുഖങ്ങളാണ്. നിരന്തരമായിട്ടുള്ള മഴയും കാര്യങ്ങളും ഒരു കവുങ്ങിന് അസുഖം പിടിക്കുന്നുണ്ട്. തെങ്ങിന് കാര്യമായിട്ട് ബാധിക്കുന്ന മറ്റു പല അസുഖങ്ങളും കാര്യങ്ങൾ ബാധിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഓരോ മേഖലയിലും നമ്മുടെ കൃഷിയെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാഹചര്യമാണ് നമ്മുടെ നാട്ടിനകത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് 2 ഏക്കറോ 3 ഏക്കറോ 5 ഏക്കറിലുള്ള ഒരു കൃഷിത്തോട്ടത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഉപജീവന മാർഗ്ഗം കഴിക്കാൻ വേണ്ടി കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കേരളം, നമ്മുടെ നാട് ആ നിലയ്ക്ക് പൊതുവെ നമ്മൾ ആ നിലയ്ക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് വലിയ നിലയിലുള്ള ഇടപെടൽ, ഗവൺമെൻറ് ആയാലും പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വലിയ നിലയിലുള്ള ഇടപെടലാണ് കാർഷിക മേഖലയിൽ സഹായിക്കാൻ ആവശ്യമുള്ള പദ്ധതികൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ കൃഷി ഓഫീസർ, നമ്മുടെ പഞ്ചായത്ത്, നമ്മുടെ കുടമ്പ് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷി ഓഫീസിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം കാർഷിക മേഖലയിൽ കൊടുത്തിട്ടുള്ള തുക നമ്മൾ 100% ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞ കൂട്ടത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. 100% ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ, തരിശ് ഭൂമിയുള്ള നിരവധി പ്രദേശമുള്ള ഒരു പ്രദേശമായിരുന്നു നമ്മുടെ കൊടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മേഖല എന്ന് പറയുന്നത്. ഒരു പരിധി വരെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കൊടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടലിന്റെ ഭാഗം കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള വലിയ ഒരു മുൻകൈയിൽ നമുക്ക് ആ തരിശ് ഭൂമിയുടെ എണ്ണം പരമാവധി കുറച്ച് നമുക്ക് എല്ലാ സ്ഥലത്തേക്കും കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെടാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിലൂടെ നമുക്ക് പരമാവധി കഴിഞ്ഞു. CPCRI ഡയറക്ടർ ഡോക്ടർ K ബാലചന്ദ്ര ഹെബാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ മനോജ് കുമാർ TS സ്വാഗതം പറഞ്ഞു. PV ശ്രീലത, കുഞ്ഞികൃഷ്ണൻ, അനില മാത്യു, ഹരിത KV എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഡോക്ടർ KB ഹെബാർ, ഡോക്ടർ മനോജ് കുമാർ TS, ഡോക്ടർ നീതു KC, ഡോക്ടർ ബെഞ്ചമിൻ മാത്യു എന്നിവർ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖത്തിൽ പങ്കെടുത്തു. ടോം മാത്യു,
പരിപാടിക്ക് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. കർഷകരുടെ സജീവമായ പങ്കാളിത്തം ക്യാമ്പയിനിൽ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാവുകയും പ്രധാന കാർഷിക അനുബന്ധ പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 38 പഞ്ചായത്തുകളിലെ കർഷകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ദേശീയ കാർഷിക ഗവേഷണ കൗൺസിലിന് റിപ്പോർട്ട് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ 18ാം വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ഹോസ്ദുർ ഗവൺമെന്റ് സ്മാരക മന്ദിരത്തിലായിരുന്നു യോഗം ചേർന്നത്. KCB പെൻഷനേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഡിവിഷൻ 18ാം വാർഷിക പൊതുയോഗം നടന്നു. ഹോസ്ദുർഗ് MN സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു പൊതുയോഗം സംഘടിപ്പിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് N വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് നമുക്ക് ഒരു 3% ഈ ഏപ്രിൽ മാസത്തിൽ 4%. രണ്ട് ഗഡുക്കൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ നമുക്ക് 2 ഗഡു അവിടെ തന്നെ കിട്ടി. പക്ഷേ അതിൻ്റെ കുടിശ്ശിക ആദ്യത്തേത് 31 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം തൊട്ട് ഏപ്രിൽ തൊട്ട് നമുക്ക് കിട്ടിയ ക്ഷാമബത്ത 4%. അതിന് 33 മാസത്തെ കുടിശ്ശിക. ഈ കുടിശ്ശിക എപ്പോൾ തരും എന്നുള്ള കാര്യത്തെ പറ്റി ഇതുവരെ ഒരു ഉത്തരവും അല്ലെങ്കിൽ തീരുമാനവും വന്നിട്ടില്ല എന്നുള്ളത്. സെബാസ്റ്റ്യൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. K ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെബാസ്റ്റ്യൻ MD പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനായി M രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറി തുറന്നു. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിശ്രമമുറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിനായി M രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറി തുറന്നു. 15 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വിശ്രമമുറി M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അത്യാഹിതങ്ങളിലും അല്ലാതെയും മുഴുവൻ സമയ സേവകരായ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ സൗകര്യപ്രദമായ രീതിയിൽ 15 ലക്ഷം രൂപ ചെലവിൽ MLAയുടെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വിശ്രമമുറിയാണ് M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തത്. വല്ലാത്തൊരു വിഷമാവസ്ഥയിലായി. അപ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ നമ്മുടെ മുൻ ഫയർ ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീനാഥ് ഇവിടുത്തെ ഒരു അപര്യാപ്തതയെക്കുറിച്ച്, കെട്ടിടത്തിൻ്റെ അപര്യാപ്തതയെക്കുറിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ സ്വതന്ത്രമായി നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം ഫണ്ടിന് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ ടോക്കൺ അക്കൗണ്ടിലേക്ക് തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. നല്ലൊരു പ്രൊജക്ട്. പക്ഷേ എന്തായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര എളുപ്പത്തിൽ ആ ഫണ്ട് അനുവദിച്ച് കിട്ടാൻ സാധ്യതയില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ചടങ്ങിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പാവ അധ്യക്ഷത വഹിച്ചു. കണ്ണൂർ റീജിയണൽ ഫയർ ഓഫീസർ P രഞ്ജിത്ത്, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M മനു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, ഗ്രാമപഞ്ചായത്ത് അംഗം KV രാധ, കാസർഗോഡ് ജില്ലാ ഫയർ ഓഫീസർ മൂസ വടക്കേതിൽ, ഫയർ ഓഫീസേഴ്സ് അസോസിയേഷൻ ഉത്തരമേഖലാ സെക്രട്ടറി PV പവിത്രൻ, ബ്ലോക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ MK ശ്രുതി, തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വിശ്രമമുറി നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിച്ച കരാറുകാരനെ ആദരിച്ചു. വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് കഥാസമാഹാരം രചിച്ച തൃക്കരിപ്പൂർ സ്റ്റേഷൻ ഫയർ ഓഫീസർ KV പ്രഭാകരന് ചടങ്ങിൽ റിക്രിയേഷൻ ക്ലബിന്റെ ഉപഹാരവും MLA നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് മൽഹാർ 2K25 കലോത്സവം നടന്നു. കാണികൾക്ക് കൗതുകമായി വിവിധ മത്സര ഇനങ്ങൾ നടന്നു. കാഞ്ഞങ്ങാട് സഹകരണ പരിശീലന കോളേജ് കലോത്സവം മൽഹാർ 2K25 ഹോസ്ദുർഗ് ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത്. തൃക്കരിപ്പൂർ MLA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ശക്തമായ മഴയുടെ അന്തരീക്ഷമായിട്ട് ഒരു ബന്ധപ്പെടുന്ന സംഗീതത്തിലൊരു രാഗമാണ് മൽഹാർ. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ഇതെല്ലാം ഇതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയായിരിക്കും എന്തായാലും നിങ്ങൾ ഇതിൻ്റെ പേര് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ അർത്ഥത്തിൽ വളരെ പ്രസക്തമായ ഒരു പേരാണ്. കാരണം മഴയുടെ ഒരു പശ്ചാത്തല സംഗീതത്തോടെയാണ് നമ്മൾ ഇന്ന് അല്ലേ. അപ്പോൾ കുറച്ച് ദിവസം മഴയുണ്ടായില്ല, നമ്മുടെ കലോത്സവം നടക്കുമ്പോൾ മഴ പെയ്യും. അപ്പോൾ മഴയുടെ ഒരു പശ്ചാത്തല സംഗീതം കൂടി ആമ്പടിയായിട്ട് അല്ലെങ്കിൽ പിൻബലമായിട്ട് പിന്തുണയായിട്ട് നമ്മുടെ കലോത്സവത്തിനുണ്ട് എന്നുള്ളതാണ്. സഹകരണ പരിശീലനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ്. സഹകരണ മേഖലയാണെങ്കിൽ സഹകരണ സ്പർശമേൽക്കാത്ത ഒരു കുടുംബം പോലും കേരളീയ സമൂഹത്തിലില്ല.
കോളേജ് പ്രിൻസിപ്പൽ PV രാജേഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം CV ശശീന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പ്രവീൺ തോയമ്മൽ, കോട്ടച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് M രാഘവൻ, PTA പ്രസിഡന്റ് M ബിന്ദു എന്നിവർ സംസാരിച്ചു. പ്ലാനിംഗ് ഫോറം കൺവീനർ KP നന്ദഗോപൻ സ്വാഗതവും K മുഹമ്മദ് റമീസ് നന്ദിയും പറഞ്ഞു. വിവിധ രചനാ മത്സരങ്ങൾ, പ്രസംഗം, ലളിതഗാനം, കവിതാ പാരായണം, തിരുവാതിര, നാടൻപാട്ട്, സ്ക്രിപ്റ്റ്, കൈകൊട്ടിക്കളി തുടങ്ങിയ 25 ഇനങ്ങളിലായി 85 മത്സരാർത്ഥികൾ പങ്കെടുത്തു. യുവതാര, യവനിക 2 ടീമുകൾ തമ്മിലാണ് മത്സരം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നേരത്തെ എത്തിയ കാലവർഷം നേന്ത്രവാഴ കർഷകർക്ക് നൽകിയത് തീരാദുരിതം. കനത്തു പെയ്ത മഴയിലും കാറ്റിലും വാഴകൾ പകുതിയും ഒടിഞ്ഞു വീണു. ബാക്കിയായത് നിരാശ മാത്രം. നേരത്തെ എത്തിയ കാലവർഷം നേന്ത്രവാഴ കർഷകർക്ക് തീരാദുരിതമാണ് സമ്മാനിച്ചത്. കനത്തു പെയ്ത മഴയിലും കാറ്റിലും വാഴകൾ പകുതിയും ഒടിഞ്ഞുവീണ് ബാക്കിയായത് നിരാശകൾ മാത്രം. ദിവസങ്ങളോളം കൃഷിയിടത്തിൽ വെള്ളം കെട്ടിനിന്ന വാഴയുടെ വേര് ചീഞ്ഞ് മുഴുവനായും നശിക്കുകയാണ്. വെള്ളമിറങ്ങി വെയിൽ വന്നതോടെ വാഴകളുടെ ഇലകൾ മുഴുവൻ പഴുത്ത് വാഴകൾ ഒടിഞ്ഞു വീഴുന്നു. പാകമാവാത്ത കുലകൾ സഹകരണ സംഘങ്ങളിലോ കച്ചവടക്കാർക്കോ ആവശ്യമില്ല. കാലവർഷം ആദ്യം വന്നതുകൊണ്ട് നമ്മളിപ്പോൾ വാഴ കൃഷിയിൽ ഭയങ്കര ഇതാണ്. വാഴയെല്ലാം മുങ്ങിപ്പോയി, എല്ലാം പഴുത്തു പോയി. അതിപ്പോൾ പറഞ്ഞാൽ 50,000 രൂപ ചിലവുണ്ട്. കൊല ഇപ്പോൾ ഒന്നും കൊത്താനില്ല. അതൊക്കെ ഇപ്പോൾ 1 കിലോ കായ് പോലെ 17 രൂപ തോലെ കിട്ടുന്നുണ്ട്. എങ്ങനെ നഷ്ടം? നമുക്കൊരു 60,000 രൂപ ഇപ്പോൾ നഷ്ടം വന്നിട്ടുണ്ട്. ഒരു 70 വായ 75 വായ വെച്ചിട്ടു. പക്ഷെ നമ്മളെ മൊത്തമല്ല, മൊത്തം ഇവിടെ ഈ മടിക്ക് വയലിൽ അങ്ങ് നിങ്ങോളം എല്ലാവർക്കും ഒരു ഗുണമില്ലാത്ത രീതിയിലായി എന്നില്ല. വെള്ളം കെട്ടിന്ന് വെള്ളം ഒഴുകിപ്പോയില്ല. കാലവർഷം കുറച്ച് മുമ്പേ വന്നു. ആ വെള്ളം നിന്നിട്ട് തന്നെ ഒരു 10-15 ദിവസം നമുക്ക് വാഴ പഴുത്തു, അല്ല വാഴ കുഞ്ഞി പഴുത്തു. ഇപ്പോൾ ഇങ്ങനെ വെള്ളം ഒടിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. മൊത്തം ഇവിടെ മടിക്ക് വയലിൽ തന്നെ എത്രയോ 10,000 കണക്കിന് വാഴ ഇവിടെ തന്നെ ഉണ്ട്. മടിക്കൈ, മണക്കടവ്, നാദക്കോട്, കണിച്ചിറ, കക്കാട്ട്, അരയി തുടങ്ങി വിവിധ പ്രദേശങ്ങളിലായി 10,000-ഓളം നേന്ത്രവാഴകൾ നിലംപൊത്തി. മടിക്കൈ വയലിൽ കണ്ണാടത്ത് ചന്ദ്രൻ കായക്കീൽ, ഷൈജു നീരളി, രാജേഷ് നീരളി, നാരായണൻ, മൊയ്തു തോയമ്മൽ, P ഇബ്രാഹിം, PK മധു, നാസർ, ഇക്ബാൽ എന്നിവരുടെ വാഴകളാണ് നശിച്ചത്. ബാങ്കിൽ നിന്നും വായ്പയെടുത്തും കടം വാങ്ങിയും കൃഷി ആരംഭിച്ച കർഷകർ ദുരിതപ്പെയ്ത്തിൽ കടക്കെണിയിലാവുമോ എന്ന ആശങ്കയിലാണ്. വിളവിന് പാകമാവാത്ത വാഴകളാണ് നശിച്ചവയിലേറെയും. കാലാവസ്ഥാ വ്യതിയാനം കനത്ത തിരിച്ചടിയാണ് കർഷകർക്ക് നൽകിയത്. ഒരു വാഴയ്ക്ക് 500 രൂപയോളം ഉൽപാദന ചിലവുണ്ട്. മൂപ്പെത്തി വെട്ടി വിൽക്കുകയാണെങ്കിൽ ചെറിയ ലാഭം ലഭിക്കുമായിരുന്നു. നേരത്തെ എത്തിയ മഴ നേന്ത്രവാഴ കർഷകർക്ക് സമ്മാനിച്ചത് ദുരിതം മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് കാസർഗോഡ് മേഖലാ കമ്മിറ്റി നഗരസഭാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. കാസർഗോഡ് നഗരത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും നടത്തിയത്. കാസർഗോഡ് നഗരത്തിലെ പ്രധാന റോഡായ കറന്തക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡ് പുതുക്കിപ്പണിത് ദിവസങ്ങൾക്കുള്ളിൽ തകർന്നതിന്റെ അഴിമതി കണ്ടെത്തി കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, കാസർഗോഡ് നഗരത്തിലെ തകർന്ന റോഡുകൾ നന്നാക്കി സഞ്ചാരയോഗ്യമാക്കുക, നഗരത്തിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിന് പരിഹാരം കാണുക, തകർന്ന ഓവുചാലുകൾ പുനർനിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കുക, പുതിയ ബസ് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം നീക്കുവാനുള്ള സംവിധാനമുണ്ടാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BMS ഓഫീസ് പരിസരത്തു നിന്നുമായിരുന്നു മാർച്ച് ആരംഭിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ധർണാ സമരം BMS ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ നഗരസഭ ഭരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളുടെ ഒരു നല്ല രീതിയിലുള്ള പണികൾ എടുക്കാനുള്ള കരാറുകാരന് കൊടുക്കണം. കമ്മീഷൻ കിട്ടുന്നവർക്ക് കൊടുക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തുന്നില്ല. രാത്രി കാലങ്ങളിലായി കഴിഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒരു കേന്ദ്രമായിട്ട് ഇന്ന് ചില സ്ഥലങ്ങൾ മാറുകയാണ്. കാരണം ചില ആളുകൾ പോകാൻ പേടിക്കുകയാണ്. കാരണം ലൈറ്റുകളില്ല,
ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുന്നത് എങ്ങനെയാണ് നഗരസഭയ്ക്ക് പറ്റുന്നത്? നിങ്ങൾക്ക് ഈ മാസത്തിൽ കൂടുന്ന യോഗത്തിൽ നിങ്ങളുടെ ബോർഡുകൾ ഏത് പാർട്ടി ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ ഇവിടെ പൊതുജനത്തിന് കിട്ടേണ്ട ഏറ്റവും വലിയ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അത് നിറവേറ്റിയില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഇനി വരുന്നത്. അതിശക്തമായ ഒരു രീതിയിലുള്ള തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് സമരം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ ഉപാധ്യക്ഷൻ കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് ജില്ലാ ഉപാധ്യക്ഷൻ എ കേശവ, ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് ജില്ലാ ട്രഷറർ വിശ്വനാഥ ഷെട്ടി കെ, BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി P ദിനേശ് ബംബ്രാണ എന്നിവർ സംസാരിച്ചു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഗുരുദാസ് മധൂർ, ഹരീഷ് കുതിരപ്പാടി, BMS ഉദുമ മേഖലാ സെക്രട്ടറി ഭാസ്കരൻ പൊയിനാച്ചി, BMS ചെങ്കള പഞ്ചായത്ത് സെക്രട്ടറി രഞ്ജിത്ത് ചെർക്കള, ഓട്ടോറിക്ഷ മസ്ദൂർ സംഘ് BMS കാസർഗോഡ് മേഖലാ അധ്യക്ഷൻ SK ഉമേഷ് എന്നിവർ പങ്കെടുത്തു. ബാബുമോൻ ചെങ്കള സ്വാഗതവും BMS ടൗൺ സെക്രട്ടറി മനോജ് JP നഗർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെർക്കള ബേർക്ക ശംസുൽ ഉലമ അൽബിർ സ്കൂൾ പ്രവേശനോത്സവവും പഠനാരംഭവും ഉത്സവ നിറവിൽ നടന്നു. ഉസ്താദ് അബ്ദുൽ നാസർ യാമനി ഉദ്ഘാടനം ചെയ്തു. അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവ്വം വരവേറ്റു. ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമിയുടെ കീഴിലുള്ള ചെർക്കള ബേർക്ക ഷംസുലുലമ അൽബിർ സ്കൂൾ പ്രവേശനോത്സവവും പഠനാരംഭവും വർണ്ണാഭമായ പരിപാടികളോടെ നടന്നു. അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെയും പുതിയ അധ്യയന വർഷത്തെയും വിദ്യാർത്ഥികളും സ്കൂളും ആഘോഷപൂർവ്വം വരവേറ്റു. ഉസ്താദ് അബ്ദുൽ നാസർ യാമനി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജമാഅത്ത് ഖത്തീബ് കാസിം ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷംസുലുലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുല്ല കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ഹാഫിസ് മുഹമ്മദ് സവാദ് വാഫി സ്വാഗതം പറഞ്ഞു. ഉസ്താദ് ശിഹാബുദ്ദീൻ ഫൈസി കുട്ടികൾക്ക് മധുരം നൽകി ആദ്യാക്ഷരം ചൊല്ലിക്കൊടുത്ത് പഠനാരംഭം കുറിച്ചു. രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകളിൽ ഒരിക്കൽ കൂടി. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ കേസ്. ഹോസ്ദുർ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. NSS ഹോസ്ദുർ താലൂക്ക് പ്രസിഡന്റ് പ്രഭാകരൻ കരിച്ചേരിയുടെ പരാതിയിലാണ് ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെ പോലീസ് കേസെടുത്തത്. കേരള തീരത്തെ കപ്പൽ അപകടം. മംഗളൂരുവിൽ ചികിത്സയ്ക്കായി എത്തിയ 13 പേർ ഒരാഴ്ചക്കകം മടങ്ങിയേക്കും. ഹോട്ടലിൽ കഴിയുന്ന 13 പേരും പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് കപ്പൽ കമ്പനിയുടെ പ്രതിനിധി അറിയിച്ചു. അപകടത്തിൽ രക്ഷപ്പെട്ട 18 പേരെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി തിങ്കളാഴ്ച രാത്രിയോടെ മംഗളൂരുവിൽ എത്തിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്നു. പഴയ ബസ് സ്റ്റാൻഡിലെ മേൽനടപ്പാലത്തിന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചു. 1 കോടി രൂപയാണ് ഇതിനായി നഗരസഭ നീക്കിവച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് കേസിൽ പ്രതിക്ക് 2 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. കാസർഗോഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് പ്രിയ കെ ആണ് ശിക്ഷ വിധിച്ചത്. മയക്കുമരുന്ന് കേസിലെ പ്രധാന പ്രതി കാസർഗോഡ് പിടിയിൽ. കണ്ണൂർ പള്ളിക്കുന്ന് സ്വദേശി ഹംസ മുസമ്മിലാണ് മഞ്ചേശ്വരം പോലീസിന്റെ പിടിയിലായത്. പെരുമ്പാമ്പിൻ മുട്ടകൾ വീട്ടിൽ കൊണ്ടുവന്ന വിരിയിച്ചെടുത്ത് റെജിമോൻ. ജോലിക്കിടയിൽ കിട്ടിയ പെരുമ്പാമ്പിന്റെ മുട്ടകളാണ് റെജിമോൻ വിരിയിച്ചെടുത്തത്. മഴക്കാലം ആരംഭിച്ചതോടെ പലയിടങ്ങളിലും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. സ്കൂളുകളടക്കം പ്രവർത്തിക്കുന്ന പുതിയ കോട്ട കൃഷ്ണമന്ദിർ റോഡിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാണ്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.